ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്കിൻ വൈറ്റനിങ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പായ്ക്കാണ് പറയുന്നത്. അപ്പോൾ ആ പായ്ക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വ്യൂവേഴ്സ്, നിങ്ങൾ എൻ്റെ പായ്ക്കുകൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എന്നാലല്ലേ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു ഇതൊക്കെ ഉപകാരപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഈ പായ്ക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു അടിപൊളി പായ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെന്തൊക്കെ വേണമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ കടലമാവാണ്. കടലമാവ് നമ്മുടെ സ്കിൻ വൈറ്റനിങ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ 1 സ്പൂൺ കടലമാവ് എടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മുൾട്ടാണി മിട്ടി. 1 സ്പൂൺ മുൾട്ടാണി മിട്ടിയും കൂടി ആഡ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമുക്കുള്ള പാല് യൂസ് ചെയ്യാം. പാലില്ല എന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്യാൻ റോസ് വാട്ടർ യൂസ് ചെയ്യാം. നമ്മുടെ ഇഷ്ടമാണ്. ഇല്ലയെന്നും ഉണ്ടെങ്കിൽ റോസ് വാട്ടറും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈരും യൂസ് ചെയ്യാം. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. ഞാനപ്പോൾ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യാണ്. ഓക്കെ, ഇത് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള അത്രയും തൈരെടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടത് പഴത്തിൻ്റെ തൊലിയാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം, പഴത്തിൻ്റെ തൊലിയിൽ നല്ല നല്ല ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് നല്ല രീതിയിൽ സ്കിൻ വൈറ്റനിങ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇതുപോലെ കറുത്ത് നല്ലതായിട്ട് പഴുത്ത പഴത്തിൻ്റെ തൊലിയായിരിക്കും ബെസ്റ്റ്. അപ്പം ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ പായ്ക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണം. നല്ല രീതിയിൽ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഒരു 5 to 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പം നമുക്ക് ഈ തൊലി ഉപയോഗിച്ച് മസാജ് ചെയ്യാം. ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്, ഒത്തിരി ഡ്രൈ ആകേണ്ട. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ തൊലി ഉപയോഗിച്ച് മസാജ് ചെയ്യാം. ഒരു 5 to 10 മിനിറ്റ് ഇതിങ്ങനെ മസാജ് ചെയ്യാം. വൈറ്റനിങ് ചെയ്യാനായിട്ട് ഈ ഒരു തൊലി സഹായിക്കും, പഴത്തിൻ്റെ തൊലി. അപ്പം ഒട്ടുമിക്ക ആൾക്കാർക്ക് ഈ പഴത്തിൻ്റെ തൊലി കൊണ്ടുള്ള ഉപയോഗങ്ങൾ അറിവ് കുറവാണ്. പക്ഷേ ഈ തൊലി നല്ല അടിപൊളി കേട്ടോ, നമുക്ക് സ്കിന്നിനെ വൈറ്റനിങ് ചെയ്യാൻ. അപ്പം ഞാൻ നന്നായിട്ട് മസാജ് ചെയ്തത് കണ്ടോ, തൊലിയിലെ ആ ഒരു ഘടകങ്ങൾ. നല്ല പഴുത്ത തൊലിയാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങും കേട്ടോ. ഇത് ഒത്തിരി പഴുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. നല്ല പഴുത്ത തൊലിയാണെങ്കിൽ പെട്ടെന്ന്. 5 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഡ്രൈ ആകും. 5 മിനിറ്റ് മതിയാകും. അപ്പോഴത്തേന് ഡ്രൈ ആകും. ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് വന്നു. ഡിഫറൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡിഫറൻസ് എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണും. നമുക്ക് നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.